ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മന്ത്രി രാധാകൃഷ്ണൻ ആലത്തൂരിലും KK ശൈലജ വടകരയിലും മത്സരിക്കും. 3 ജില്ലാ സെക്രട്ടറിമാരും 2 വനിതകളും ഒരു മന്ത്രി ഉൾപ്പെടെ 4 MLA-മാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനം. ഒരു PB അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടങ്ങുന്ന പരിചയസമ്പന്നരുടെ വലിയ നിരയാണ് CPM സ്ഥാനാർത്ഥി പട്ടിക. പാലക്കാട് PB അംഗം A. വിജയരാഘവൻ, ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ, വടകരയിൽ K. മുരളീധരനെതിരെ KK ശൈലജ, കോഴിക്കോട് എളവനം കരീം, പത്തനംതിട്ട ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങും. ആറ്റിങ്ങൽ V. ജോയ്, കൊല്ലം M. മുകേഷ്, ആലപ്പുഴ സിറ്റിംഗ് MP AM ആരിഫ്, ഇടുക്കി മുൻ MP ജോയ്സ് ജോർജ്, എറണാകുളത്ത് KJ ഷൈൻ ടീച്ചർ, ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് എന്നിവർ മത്സരിക്കും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയാണ് സ്ഥാനാർത്ഥി. ഹംസ സംസ്ഥയുടെ സ്ഥാനാർത്ഥിയാണെന്ന ചോദ്യത്തിൽ നിന്ന് നേതൃത്വം ഒഴിഞ്ഞുമാറി. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് മത്സരിക്കും. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണൻ മത്സരിക്കുന്ന ജില്ലാ സെക്രട്ടറിമാർക്ക് പകരം താൽക്കാലിക ചുമതലക്കാരെ നിയോഗിക്കും. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിനോട് പാർട്ടിക്ക് എതിർപ്പുണ്ട്. സാമാന്യം മര്യാദ അനുസരിച്ച് BJPയെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്, കേരളത്തിലല്ലല്ലോ. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കാനാണ് LDF തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.